എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ബിസിനസ് ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്ന ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങളിലൊന്ന്. ചിലവ് കുറവെന്ന് ഞാൻ പറയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലവ് കുറവുള്ളൊരു മാർഗ്ഗം തന്നെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമുക്കെല്ലാം അറിയാം, ഒരുപാട് ആളുകൾ ഓൺലൈൻ പ്രസൻസ് അതിഗംഭീരമായിട്ടുള്ള ആളുകളുണ്ട്. ഒരുപാട് വ്ളോഗേഴ്സ് ഇന്ന് ലഭ്യമാണല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അവരുടെ ഡിജിറ്റൽ പ്രസൻസ് കൊണ്ട്, അത് ഫേസ്ബുക്ക് ആയിരിക്കാം, യൂട്യൂബ് ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ലിങ്ക്ഡിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിറ്റർ ആയിരിക്കാം, ഇതിലൂടെയൊക്കെയുള്ള ഫോളോവർ ബേസ് കൊണ്ട് വളരെ പ്രശസ്തരായ വ്യക്തികളുണ്ട്. ഇത്തരം ആളുകളെ ബിസിനസ്സിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ സേവനം എടുത്തുകൊണ്ട് ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ചില ഉൽപ്പന്നങ്ങളോ പ്രൊഡക്റ്റുകളോ വിൽക്കാനായിട്ട് ഇത്തരം ആളുകളെയാണ് നമ്മൾ അഫിലിയേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത്തരം അഫിലിയേറ്റ്സിനെ എടുത്തുകൊണ്ട്, അവരുടെ സർവീസ് എടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ അഫിലിയേറ്റ് ആക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അവർക്കൊരു നല്ല ഓഡിയൻസ് പ്രസൻസ് ഉണ്ടായിരിക്കണം. അതും പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവർ തന്നെ ഈ അഫിലിയേറ്റിൻ്റെയും ഓഡിയൻസ് ആണെങ്കിൽ അവിടെയാണ് ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നതും റിസൾട്ട് ഓറിയൻറ്റഡ് ആയി മാറുന്നതും. അപ്പോൾ ഓൺട്രപ്രണേഴ്സിനെയും ബിസിനസ് ഓണേഴ്സിനെയും സംബന്ധിച്ച് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ നിലവിലുള്ള ഓഡിയൻസിൽ നിന്നും പുതിയ ഓഡിയൻസിലേക്ക്, അല്ലെങ്കിൽ ഈ അഫിലിയേറ്റ് ആയിട്ട് വരുന്ന ആളുടെ ഓഡിയൻസിലേക്കും കൂടെ ഫാസ്റ്റായിട്ട് റീച്ച് ചെയ്യിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഗെയിമറായിട്ടുള്ള ഒരു വ്ളോഗർ ഉണ്ടെന്നായിരിക്കും, ഒരു ഗെയിം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം ഇപ്പം ഇന്ന് വളരെയധികം ആളുകൾ അത്തരത്തിലുണ്ടല്ലോ. പല ഗെയിമുകളും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ കുട്ടികളൊക്കെയാണ് കൂടുതലും അത്തരം കാര്യങ്ങളിലൊക്കെ ആകർഷകരായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ഗെയിമറുടെ ആ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഒരു പുതിയതായിട്ട് വരുന്ന ഗെയിമിംഗ് ആപ്പ് അതിലൂടെ മാർക്കറ്റ് ചെയ്യുന്നത് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേജിലൂടെയോ ചാനലിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ചില ആളുകൾ ചെറുകിട സംരംഭകരെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒന്നുണ്ട്. അവരിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള അഫിലിയേറ്റുകൾ എന്താ ചെയ്യുന്നത്? അവരുടെ നിഷ് മാർക്കറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ എത്രയും വേഗം എത്തിക്കുന്നു, അവരിൽ താല്പര്യം ജനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇനി ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വിവിധ തരങ്ങളുണ്ട്. ചിലർ ചെയ്യുന്നത് കോണ്ടൻറ്റ് ഷെയറിംഗ് ആണ്. നല്ല കോണ്ടൻറ്റുകൾ അത് അവരുടെ യൂട്യൂബ് വീഡിയോയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിലും ബ്ലോഗുകളിലും റിട്ടേൺ കണ്ടൻറ്റുള്ള വെബ്സൈറ്റുകളിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കോണ്ടൻറ്റ് ഷെയർ ചെയ്യുന്ന ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. വലിയ തരത്തിൽ വലിയൊരു ഇമെയിൽ ഗ്രൂപ്പ് നെറ്റ്വർക്കൊക്കെ ഉള്ള ആളുകളിലേക്ക് പലപ്പോഴും സെയിൽസ്, ന്യൂ ഡീലുകൾ, ലോഞ്ചുകൾ ഇങ്ങനെയുള്ളത് ഇമെയിലായിട്ട് അയച്ചുകൊണ്ട് ഇത്തരം ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. പേപ്പർ ക്ലിക്ക് മോഡലുണ്ട്. പേപ്പർ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്, അഫിലിയേറ്റ്സ് അവരുടെ വീഡിയോയുടെ ഭാഗമായിട്ടൊക്കെ ചില ബ്രാൻഡുകളുടെ ലിങ്കുകൾ കൊടുക്കും. അത് ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ. എന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ബിസിനസ്സിന് ഇവർക്കും കൂടെ ഒരു ബെനിഫിറ്റ് ഷെയർ ചെയ്യുന്ന രീതിയിൽ പേപ്പർ ക്ലിക്ക് മോഡലിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിവേ, അറിഞ്ഞിരിക്കേണ്ട കാര്യം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ്. ഒരു 10 ബെനിഫിറ്റുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പിടികിട്ടും. ഒന്നാമത്തെ കാര്യം ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഏത് തരം ബ്രാൻഡിങ്ങിൽ സ്പെൻഡ് ചെയ്യുമ്പോഴും എന്താണ് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു അഫിലിയേറ്റിനെ, നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായ ഒരു അഫിലിയേറ്റിനെയാണ് കണ്ടെത്തുന്നതെങ്കിൽ ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, മുടക്കിയതിന് നല്ല നേട്ടം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ അഫിലിയേറ്റിൻ്റെ ഓഡിയൻസിലേക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. ടാപ്പ് ഇൻ ടു ദ അഫിലിയേറ്റ്സ് ഓഡിയൻസ്. കാരണം നമ്മുടെ കയ്യിലുള്ള കസ്റ്റമർ ബേസ് കൂട്ടാനാണല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ഓഡിയൻസ് ഉള്ള, നല്ല റീച്ചുള്ള അഫിലിയേറ്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അതിലൂടെ അത്തരം വലിയൊരു കസ്റ്റമർ ബേസിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു കണക്ക് അറിഞ്ഞിരിക്കേണ്ടത്, 92% കൺസ്യൂമേഴ്സും ഇന്നും ബ്രാൻഡ് അംബാസിഡേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ വലിയ വില കൊടുക്കുന്നു എന്നുള്ളതാണ് ഡാറ്റ സഹിതം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫിലിയേറ്റ്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തെ കാര്യം, ക്രിയേറ്റിംഗ് വാല്യുബിൾ പാർട്ട്ണർഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്ത് പോകാവുന്ന നല്ല പാർട്ട്ണർഷിപ്പാണ് ഇതുവഴി ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം ഇതിലൊക്കെ ഒരു ബിഞ്ച് മാർക്കറ്റിംഗ് മെത്തേഡും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ പലരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് പല അഫിലിയേറ്റ്സുമായിട്ട് ഒരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ഷെയർ ചെയ്തു, അങ്ങനെയല്ല. പെർട്ടിക്കുലറായിട്ട് പലപ്പോഴും പ്രൊഡക്റ്റ് ലോഞ്ച് ആയിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസും ഈ അഫിലിയേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത്തരം പ്ലാറ്റ്ഫോം വരുന്നത്. നാലാമത്തെ കാര്യം, ഒരു ഓൾട്ടർനേറ്റീവ് സ്ട്രീം ഓഫ് ഇൻകം.
എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാം. കാരണം നിലവിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ നിന്ന് വരുന്ന ഇൻകത്തിനേക്കാളും ഒരു പക്ഷേ ചിലപ്പോൾ വളരെ കൂടുതൽ ചില ബിസിനസ്സുകൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ലഭിക്കാറുണ്ട്. മാത്രമല്ല ഈ പേപ്പർ ക്ലിക്ക്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അഡ്വർടൈസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ ഇത് നമുക്കും ഓൺ പേജസും അല്ലെങ്കിൽ ഓൺ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ നാളെ നല്ല ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് വരാനുള്ള ചാൻസും ധാരാളമുണ്ട്. ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ അഫിലിയേറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഓഡിയൻസ് കൂടുതൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അതുവഴി ലഭിക്കാവുന്ന ഇൻകവും പ്ലാൻ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, എക്സ്പാൻഡിങ് യുവർ ഫെൻസസ് എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കൽ ബൗണ്ടറികളാണ്. അതിരുകളൊക്കെ ഒന്ന് വലുതാക്കി കൊണ്ടുവരാം. കാരണം നമ്മളിന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മൾ റീച്ച് ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടാവും, അതിനപ്പുറത്തേക്ക്. കാരണം പല അഫിലിയേറ്റുകൾ ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ആളുകളുണ്ട്, ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഉള്ള ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ഓഡിയൻസ് ഉള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഏതൊക്കെ ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് പോകാൻ ചിലപ്പോൾ സഹായിക്കും. അങ്ങനെ നമ്മുടെ ഏരിയകൾ എക്സ്പാൻഡ് ചെയ്യാൻ, ചിലപ്പോൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിന്, ഡിസ്ട്രിബ്യൂഷൻ ആഡ് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മോഡൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ പങ്കാളിത്തം കൊണ്ടുവരാൻ, ചിലപ്പോഴൊക്കെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എക്സ്പാൻഡിങ് യുവർ ഫെൻസസ് ആണ് അഞ്ചാമത്തെ കാര്യം. 6, ഹെൽപ്സ് ടു ഗ്രോ സ്മോൾ ബിസിനസ്സസ്. ഇതാണ് വളരെ റെലവൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം. കാരണം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി ചെറിയ ബിസിനസ്സുകൾ വളരെ വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. പല ആളുകളുമായിട്ടുള്ള അസോസിയേഷൻ വഴി കമ്പനിക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. 7ാമത്തെ കാര്യം, വർക്ക്സ് ഓൺ ഓട്ടോ പൈലറ്റ്. ഇതിന് എപ്പോഴും നമ്മളിങ്ങനെ പുഷ് ചെയ്യേണ്ട ഒരു രീതിയല്ല. ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഇടുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ലീഡുകൾ വരുന്നു, ആ ലീഡിനെ കൺവേർട്ട് ചെയ്ത് അത് മാനേജ് ചെയ്യുന്നതിന് സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നോളും. ഈ ആക്ടിവിറ്റി നമ്മുടെ നോർമൽ ആക്ടിവിറ്റി ആയിട്ടൊന്നും ഇത് കൂട്ടിക്കുഴയ്ക്കാതെ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഈ ആക്ടിവിറ്റി നടക്കും. പിന്നെ ഈസി ഓൺ യുവർ പോക്കറ്റ് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. കാരണം മറ്റുള്ള ഹെവി ആയിട്ടുള്ള അഡ്വർടൈസിങ് മെത്തേഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലെസ് കോസ്റ്റ്ലി ആണ്. ഇന്ന് പല അഫിലിയേറ്റ്സും വലിയ രീതിയിലേക്കൊക്കെ ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർ അത്രയും റിസൾട്ട് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനിവേ ചെറിയ ചെറിയ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സും മൈക്രോ അഫിലിയേറ്റ്സും ഒക്കെ എന്നുള്ളത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. 10ാമത്തത് അവസാനമായും പറയാനുള്ള കാര്യം, ഇംപ്രൂവ് ബ്രാൻഡ് റെക്കഗ്നീഷൻ ആൻഡ് റിലയബിലിറ്റി. കാരണം ഏത് അഡ്വർടൈസിങ് മെത്തേഡ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ എടുത്തറിയണം, ബ്രാൻഡ് കൂടുതൽ ജനകീയമാവണം, ഫേമസ് ആവണം എന്നൊക്കെയുള്ളതാണ്. അത് തീർച്ചയായിട്ടും കിട്ടും. അതോടൊപ്പം തന്നെ വിശ്വാസ്യത. കാരണം അഫിലിയേറ്റിനുള്ള ഒരു വിശ്വാസ്യത നമുക്കും കൂടെ ലഭിക്കുന്ന രീതിയിലേക്ക് ഇത്തരം മാർക്കറ്റിംഗ് മെത്തേഡുകൾ സഹായകരമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നും എന്തൊക്കെ തരത്തിൽ അത് ചെയ്യാമെന്നും എന്തൊക്കെ ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും മികച്ച സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല അഫിലിയേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. കൂടുതൽ കസ്റ്റമേഴ്സിലേക്കും കൂടുതൽ മാർക്കറ്റ് പ്രസൻസിലേക്കും നിങ്ങൾക്ക് എത്താനും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.